ഇപ്പം എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് സർക്കാർ, അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ? ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ? ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ രണ്ടു കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ? ഇവർ കയ്യേറ്റക്കാരാ അല്ലേ? പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതിൻ്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും തീരുമാനം, വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ് ചെയ്തത്. ക്ലിയർ ആയല്ലോ ഇപ്പോൾ?